ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി അതിനകത്ത് എഞ്ചിൻ വർക്കായിട്ട് നമ്മൾ കയറ്റിയതാണ്. അപ്പോൾ ഓൾറെഡി നമുക്കൊരു 1 year വാറണ്ടിയിലുള്ള എഞ്ചിൻ വർക്കാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് ക്രാങ്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രാങ്ക് സെറ്റ് ചെയ്തെടുത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അതിന് ഒരു വർഷം ഗ്യാരണ്ടിയിലുള്ളതാണ്. അതിൻ്റെ ഡേറ്റും നമ്മൾ ഇവിടെ പഞ്ച് ചെയ്തിട്ടുണ്ട്. 22/5/2024 അതിനകത്ത് ഓൾറെഡി പഞ്ചിങ് ആണ്. പിന്നെ നമുക്ക് ബാക്കിയത്തെ പാർട്സുകൾ റീപ്ലേസ്മെൻ്റ് ആണ്. ബാക്കിയത്തെ പാർട്സ് എന്ന് പറയുമ്പോൾ ഒന്ന് സിലിണ്ടർ കിറ്റ്, അതേപോലെ തന്നെ ടൈം എഞ്ചിൻ കിറ്റ്, ക്ലച്ച് ഡിസ്ക് ഐറ്റംസൊക്കെ. സിലിണ്ടർ കിറ്റൊക്കെ വരുമ്പോൾ നമുക്ക് വന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 3330 രൂപയാണ് സിലിണ്ടർ കിറ്റിൻ്റെ റേറ്റ് വരാം. പിന്നെ ക്യാം ചെയിൻ കിറ്റ് എന്ന് പറയുമ്പോൾ ക്യാം ചെയിൻ കിറ്റിന് 405 രൂപ ക്യാം ചെയിൻ കിറ്റ് ഉണ്ട്. പിന്നെ ടെൻഷനർ അസംബ്ലി 268 രൂപനുണ്ട്. ക്ലച്ച് ഡിസ്കിൻ്റെ പ്ലേറ്റിന് മാത്രം 220 രൂപനുണ്ട്. ക്ലച്ച് ഡിസ്ക് വരുമ്പോഴത്തേക്കും 710 രൂപ ക്ലച്ച് ഡിസ്ക് ഉണ്ട്. പിന്നെ അതിൻ്റെ ഗ്യാസ്കറ്റ് ഐറ്റംസ്, ഗ്യാസ്കറ്റ് 224 രൂപ. അതേപോലെ ഗിയർ ബോക്സിൻ്റെ ബെയറിങ് ഐറ്റംസ്. അപ്പോൾ നമ്മളത് അത്യാവശ്യം എല്ലാ ഭാഗങ്ങളും, അതായത് ഇതിനകത്ത് വന്ന ഗിയർ ബോക്സ്, ഇതിപ്പോൾ അതിൻ്റെ എൻജിൻ കേസുകളാണ് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ഇത് വെച്ചാൽ ആ ഓയിൽ കറക്റ്റ് സമയത്തിന് മാറാതെ കൊണ്ടൊക്കെ ഇതിൻ്റെ കളർ നല്ല രീതിയിൽ ഫേഡായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വന്ന ബെയറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യും. ഇതിൻ്റെ ഉള്ളിൽ വന്നത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ വന്ന എല്ലാ ബെയറിങ് റീപ്ലേസ് ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യാം. ഗിയർ വീലുകൾക്ക് പ്രത്യക്ഷത്തിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നിലവിൽ കംപ്ലൈൻറ്റ് കാണുന്നില്ല. വേറെ തേമാന കൂടുതലോ കാര്യങ്ങളായിട്ടൊന്നും കാണുന്നില്ല. പിന്നെ നമ്മൾ വാൽവ്, അതിൻ്റെ വാൽവ് കിറ്റൊക്കെ നമ്മൾ മാറ്റിയിട്ട് വാൽവ് ഗൈഡും മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ലെയ്ത്തിൽ വന്നാണ് വർക്കാണ്. വാൽവ് കിറ്റ് 420 രൂപയാണ് വാൽവ് കിറ്റിൻ്റെ റേറ്റ് വരാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതതിൻ്റെ ക്യാം ചെയിനാണ്. ക്യാം ഷാഫ്റ്റ് കേട്ടോ. ക്യാം ഷാഫ്റ്റിൻ്റെ ഈ സൈഡ് വരുമ്പോൾ 2 ബെയറിങ് നമ്മൾ മാറ്റി റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഒരുപാട് ഹീറ്റിങ് വന്ന ഭാഗമായതുകൊണ്ട് തന്നെ ചെറിയൊരു പ്ലേ കാണിക്കുമ്പോൾ നമ്മളത് മാറ്റിയിടാനാണ് സേഫ്. തന്നെയല്ല നമ്മളിപ്പോൾ എൻജിൻ സംബന്ധമായിട്ടുള്ള എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ട് ഇത് മാത്രം നമുക്ക് മാറ്റാതെ കൊണ്ടുപോകുമ്പോൾ ഈ വലിയ ബെയറിങ്ങിനാണ് ഒരു അല്പം പ്ലേ കാണിച്ചാണ്. അപ്പോൾ അതും 2 ബെയറിങ്ങും കൂടി നമ്മൾ മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ. അപ്പോൾ നമുക്ക് എൻജിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. സർവീസ് കാര്യങ്ങൾ, അതിൻ്റെ ഓയിൽ ഫിൽറ്റർ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അത് ഞാൻ എൻജിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്, ഏതൊക്കെ കിലോമീറ്റർ ഏത് പീരീഡിലാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറയാം. അതെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് വാറണ്ടി കിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ കറക്റ്റ് സമയത്തുള്ള ഓയിൽ ചേഞ്ചും അതിൻ്റെ എയർ ഫിൽറ്റർ പ്ലഗൊക്കെ കൃത്യ കിലോമീറ്റർ ബേസിൽ നമുക്ക് മാറ്റണം. എന്നാൽ മാത്രമാണ് നമുക്ക് വാറണ്ടിക്ക് അർഹത ഉണ്ടാവുള്ളൂ. അത് കൃത്യമായിട്ട് ചെയ്യണം കേട്ടോ. കാരണം എന്നാൽ മാത്രമാണ് നമുക്കത് ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് ഇടാം. ഓക്കെ. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരല്പം താമസം വരും, കാരണം സെറ്റ് ചെയ്ത് തന്നെ എൻ്റെ ഡിലേ ഉണ്ടാവും. എന്തായാലും നോക്കിയിട്ട് വിളിക്കാം. എന്തായാലും ഓക്കെ.